ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദ കളേഴ്സ് ഓഫ് എർത്ത് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാഠഭാഗം നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ള പാഠഭാഗവും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി കാണുക. ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോറിംഗ് ഈസിൻറ്റ് ഇറ്റ്. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാം ഒരേ കളറിലാണ്. പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേ കളർ. ഇപ്പോൾ പച്ചയാണെങ്കിൽ എല്ലാം പച്ച, ചുവപ്പാണെങ്കിൽ എല്ലാം ചുവപ്പ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ക്വൈറ്റ് ബോറിംഗ് അല്ലേ? ബോറിംഗ് ആയിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ തോന്നുന്നത്? ബോറിംഗ് ആയിരിക്കും അല്ലേ? വെറൈറ്റി കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാഴ്ചകൾ എപ്പോഴും മനോഹരമാകുന്നതും ബ്യൂട്ടിഫുൾ ആകുന്നതും. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭംഗിയും ഉണ്ടാവില്ല. Luckily, our world is filled with a rich variety of colors and cultures. അപ്പം എന്താണ്? ഭാഗ്യം കൊണ്ട് തന്നെ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സംസ്കാരങ്ങളല്ലേ, അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. അപ്പോൾ ആ വെറൈറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്, ഒരു പോമ പോലെയുള്ളതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സോങ്ങിലേക്ക് കിടക്കാം. പേരെന്ന് പറയുന്നത് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്? ഭൂമിയിലെ നിറങ്ങളെ കുറിച്ചിട്ടാണ്. സാറാ പെട്ലി എഴുതിയ ഒരു കുഞ്ഞു സോങ് ആണിത്. We are made of the colors of earth. Each color is different. Each color is true. We are made of the colors of earth. I love the colors that made you. എന്താ പറയുന്നത്? നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? കളേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. എല്ലാ കളറും എന്ന് പറയുന്നത് വ്യത്യസ്തമുള്ളതാണ്. ഈച്ച് കളർ ഈസ് ട്രൂ. എല്ലാതും സത്യമുള്ള കളറാണ്. ദെൻ വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മൾ ഭൂമിയെ പല നിറത്തിലുള്ള കളർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങൾ ഉണ്ടാക്കിയ കളർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എന്താണ്? ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ടോപ്പേഴ്സ്, ഐ ക്യാൻ സീ സ്കൈ. ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രത്നം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവരുടെ കണ്ണുകളിൽ എന്ത് കാണാൻ വേണ്ടി പറ്റും? രത്നങ്ങളും അതുപോലെ തന്നെ ആകാശമൊക്കെ കാണാൻ വേണ്ടി എനിക്ക് പറ്റും. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതുപോലെ തന്നെ അവരെ നോക്കുമ്പോൾ എന്ത് ഉണ്ട്? ഗ്രീനും ഗ്രേയും ആയിട്ടൊക്കെ സീ ഇങ്ങനെ അവരെ നോക്കുമ്പോൾ അല്ല സീ ഇങ്ങനെ റോൾ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മാത്രമല്ല രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിവറൊക്കെ ഇങ്ങനെ എന്താണ് ബ്രൗൺ കളറിൽ ഇങ്ങനെ ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിന്നുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അഥവാ ഓരോ സമയത്തും ഓരോ ഡിഫറെൻ്റ് ആണ്. കളേഴ്സിലും എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്, ഐ ക്യാൻ സീ കോൺ. ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നട്ട്സ് ആണ്. നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിലൊന്നും അത്രയും കഴിക്കാറില്ല, പക്ഷെ പുറത്തൊക്കെ കഴിക്കാറുണ്ട്. ഏകദേശം ഒരു ബ്രൗണൊക്കെ കളറിലുള്ള ഒരു നട്ടിനെയാണ് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൈകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചെസ്റ്റ്നട്ടും അതുപോലെ തന്നെ ചോളം അതൊക്കെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് എ ടാബിൾഡ് ബ്രൗൺ ഫൗണ്ട് ദ സൺസ് കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. അതുപോലെ തന്നെ വീറ്റിൻ്റെ ഒക്കെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാബിൾഡ് ബ്രൗൺ ആയിട്ടുള്ള ഒരു തരം ഡബിൾ എന്ന് പറഞ്ഞാൽ പുള്ളികളൊക്കെ ഇട്ട പോലത്തെ ഒരു മാൻകുട്ടിയെ പോലെയുള്ള ഒരു കളറാണ് നമുക്ക് വീറ്റിന് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഫൗണ്ട് എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കുട്ടിയെ പറയുന്നതാണ്. അപ്പോൾ മാൻകുട്ടി പുള്ളികളുള്ള ഒരു മാൻകുട്ടിയെ പോലെയാണ് എനിക്ക് വീറ്റൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ട്രീസിനൊക്കെ രാവിലെ സണ്ണിങ്ങനെ കിസ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നിങ്ങൾ പറയും ഈ ഭൂമിയുടെ കളർ ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പറയും. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ദ ഓറഞ്ച് ഓഫ് പീസ്. എന്താണ്? എഗ് പ്ലാന്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പേർപ്പിളാണ്. പീച്ചിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ആണ്. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ പീച്ച്. അതുപോലെ ബീച്ചിലുള്ള മറ്റേ പീച്ചാണ് കേട്ടോ. ഇത് ബീച്ചിലുള്ള സ്റ്റോൺസ് ഒക്കെ എന്ന് പറയുന്നത് ഗ്രീനും ബ്ലാക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ്. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗിൽ മൗണ്ടെയിനിലുള്ള സൺ എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയും എന്താണ് ഈ ഭൂമിയുടെ കളർ എന്ന് പറയുന്നത്? നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഭൂമിക്ക് ഇന്ന കളറാണെന്ന്? ഇല്ല. ഭൂമി എന്ന് പറയുന്നത് ഒരുപാട് കളറുകളുടെ
ഒരു മിക്സ് ആണ് അല്ലേ, വെറൈറ്റി ഓഫ് കളേഴ്സ് ആണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കളറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചില സ്ഥലങ്ങളിൽ പോയാൽ ഗ്രീൻ ആയിരിക്കും, ചിലപ്പോൾ ബ്രൗൺ ആയിരിക്കും. ഇനി നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈറ്റ് ആണ് അല്ലേ, അവിടെ സ്നോ ഉള്ളത് കൊണ്ട് അവിടെ വൈറ്റ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോങ് എന്ന് പറയുന്നത്. ഇനി ഓതറെ കുറിച്ച് പറയുന്നുണ്ട്. സാറാ പേട്ട്ലി ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ, മ്യൂസിഷ്യൻ ആൻഡ് ടീച്ചർ. ഇവരെന്താണ്, ഒരു അമേരിക്കൻ റൈറ്റർ ആണ്, ഒരു മ്യൂസിഷ്യനാണ്, അതുപോലെ തന്നെ ഒരു ടീച്ചറും കൂടെയാണ്. ഷീ ഈസ് ഫേമസ് ഇൻ ലിറ്റററി സർക്കിൾ ഫോർ ദ അവാർഡ് വിന്നിംഗ് നോവൽ ആൻഡ് ഔട്ട് ബ്രേക്ക് ഓഫ് പീസ്. അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ അവാർഡ് വിന്നിങ്ങിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കരധികം ഫേമസ് ആണ് അവരുടെ വർക്കുകൾ. ആസ് എ musician, Pertley is known as for her folk song music with a song about fairness, kindness and caring for the environment. അപ്പം മ്യൂസിക്കിലാണെങ്കിൽ അവർ നോക്കുകയാണെങ്കിൽ അവരുടെ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ട്, വളരെ ഫെയർനെസ് ആയിട്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഫോക്ക് മ്യൂസിക്കൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ഓതറിനെ കുറിച്ച് പറയാറുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ, വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? നമ്മൾ ഏതൊക്കെ കളറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കളറും കൂടിയതാണ് നമ്മുടെ പ്രകൃതി എന്നാണ് പറയുന്നത്. വി ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് ചെസ്നട്ട്, ടോപ്പസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് മോർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് കളേഴ്സ് ക്യാൻ ബി സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? അവരുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിൽ ഏത് കളറാണ് അവർ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് കളറായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദ സ്പീക്കർ ക്യാൻ സീ ടോപ്പസ്, സ്കൈ അതോ ബ്ലൂ, ഗ്രീൻ ആൻഡ് ഗ്രേ ഷെയ്ഡ്സ് ഓഫ് ദ സീ ആൻഡ് ബ്രൗൺ ഓഫ് എ റിവർ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. അവരുടെ കണ്ണിൽ നിന്നും ആ ഒരു രത്നത്തിൻ്റെ കളറും, രത്നം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ഒരു തിളക്കമുള്ള കളറായിരിക്കും അല്ലേ, അതുപോലെ തന്നെ സ്കൈയുടെ ആ ഒരു ബ്ലൂ കളറ്, ഗ്രീന്, ഗ്രേ, ബ്രൗണ്, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലൊക്കെ കാണുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ സോങ്? എന്ത് നാച്ചുറൽ ഫിനോമിനയാണ് സ്പീക്കർ ഇതിലൂടെ പറയുന്നത്? എന്താ പറയുന്നത്? ദ സ്പീക്കർ ടോക്സ് അബൌട്ട് ദ സീ, റിവർ, ബീച്ച്, സ്റ്റോൺസ്, മൗണ്ടെയിൻ, വീറ്റ്, ഫൗണ്ട്, ട്രീസ് ആൻഡ് സ്കൈ. ഇതിനൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചാണ്? സീ പറയുന്നുണ്ട്, റിവർ, അതുപോലെ തന്നെ ബീച്ചിലുള്ള സ്റ്റോൺസ്, മൗണ്ടെയിന്, വീറ്റ്, ഫൗണ്ട്, ട്രീസ്, സ്കൈ, ഇതിനൊക്കെ പറയുന്നുണ്ട്. Then next one, fourth question ആണ്, what is the speaker trying to convey about the relationship between humans and nature? മനുഷ്യനും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? The speaker is showing that humans are deeply connected to nature, just like the earth has many colors and forms. People to come in a variety of colors and are a part of this natural beauty. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള അല്ലേ, നേച്ചറുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്. അതുമാത്രമല്ല അത് എങ്ങനെയുള്ളതാണ്, ഭൂമിയിലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഫോംസ് ആണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് കളേഴ്സ് ആളുകളിലേക്ക് എത്തുന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും പറയുന്നു. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ബീച്ചിൽ അദ്ദേഹം എങ്ങനെയുള്ള കളർ കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്പീക്കർ സീസ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിൽ ഗ്രീൻ ബ്ലാക്ക് സ്റ്റോൺസ് കാണുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് വാട്ട് തിങ്സ് ഡിസ്ക്രൈബ് ഇൻ ദ സോങ് അട്രാക്ട് യു ദ മോസ്റ്റ്? വൈ? ഇതിൽ ഏത് സംഭവമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ളത്? ഐ ലൈക്ക് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്, മോർണിംഗിലെ ആ ഒരു ഡാസ്ലിംഗ് ബ്രൗൺ റിവർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? വളരെ പീസ്ഫുള്ളും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ളതാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെങ്കിൽ അത് നിങ്ങളവിടെ എഴുതി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻ ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. കളേഴ്സ് ഓഫ് എർത്തിനെ മെൻഷൻ ചെയ്യുന്ന ഏതൊക്കെ കളേഴ്സാണ് ഇവിടെ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കളേഴ്സാണ്? അവിടെ രണ്ടെണ്ണം പറയുന്നുണ്ട്. ചെസ്നട്ടിൻ്റെ കളറ്, അതുപോലെ തന്നെ ടോപ്പസിൻ്റെ കളറ്,
പേർപ്പിൾ, ഓറഞ്ച്, ഗ്രീന്, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നുകൂടെ പറയാം: പേർപ്പിൾ, ഓറഞ്ച്, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: Nature is full of beautiful colors that inspire us. Each shade reflects the world around us. എന്താണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലേ? നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഷെയ്ഡ്സും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പറയുന്നു. There are some colors that go with fruits. Add a few more. അപ്പോൾ കുറച്ച് കളേഴ്സ് നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. തന്നിട്ടുള്ളത് ആപ്പിൾ റെഡ്, ബനാന യെല്ലോ. ആപ്പിൾ റെഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന ആപ്പിൾ അല്ലേ, ചുവപ്പുള്ള ആപ്പിൾ എന്ന് പറയാറുണ്ട് നമ്മൾ. ബനാന യെല്ലോ, അപ്പം എന്താണ് മഞ്ഞപ്പഴം എന്ന് പറയാറുണ്ട് അല്ലേ. പിന്നെ എന്താ പറയാറ് നമ്മൾ? പപ്പായ ഓറഞ്ച്, കിവി ഗ്രീൻ, സ്ട്രോബെറി റെഡ്, ബ്ലൂബെറി ബ്ലൂ, ലെമൺ യെല്ലോ, ചെറി റെഡ്. ഇതൊക്കെ നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബി ആണ്. Some colors can be paired with objects or natural phenomena. Write a few more. ചില സാധനങ്ങൾ നമ്മൾ നാച്ചുറൽ ഫിനോമിനയുടെ കൂടെ അല്ലെങ്കിൽ ചില ഒബ്ജക്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. സ്കൈ ബ്ലൂ അല്ലേ, ബ്ലൂവിനെ നമ്മൾ സ്കൈ ബ്ലൂ എന്ന് പറയും. സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാസ്, റോസ് റെഡ്, ഓഷ്യൻ ബ്ലൂ, സൺഫ്ലവർ യെല്ലോ, മിഡ് നൈറ്റ് ബ്ലാക്ക്, സ്നോ വൈറ്റ്. ഇതൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങളാണ്. Then see, a few colors are paired with food items. Give more examples. ചിലത് എന്താണ് ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ പറയാറുണ്ട്. ചോക്ലേറ്റ് ബ്രൗൺ, ടൊമാറ്റോ റെഡ്, അതുപോലെ എന്താണ് ലെമൺ യെല്ലോ, ക്യാരറ്റ് ഓറഞ്ച്, പീച്ച് പിങ്ക്, ഒലീവ് ഗ്രീൻ, ക്രീം വൈറ്റ്, കോഫി ബ്രൗൺ, സ്ട്രോബെറി പിങ്ക്, ഗ്രേ പേർപ്പിൾ. ഇതൊക്കെ ഇത്തരത്തിൽ പറയുന്ന വാക്കുകളാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. റീഡ് ദ ലൈൻസ് ബിലോ. താഴെ നമുക്ക് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മളെടുത്ത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. ഇതാണ് തന്നിട്ടുള്ള ലൈന്. ഇതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജെക്ട്സ് നാച്ചുറൽ ഫിനോമിന. ഇവിടെ ഒരു ഒബ്ജക്റ്റിനെയോ നാച്ചുറൽ ഫിനോമിനയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഗ്രീൻ സീ എന്നുള്ളത്, അതുപോലെ തന്നെ ഗ്രേ സീ എന്നുള്ളത്, ഡാസ്ലിംഗ് ബ്രൗൺ റിവർ എന്നുള്ളത്. പി ചോദ്യം: ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജെക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അപ്പോൾ ഇതേപോലെയുള്ളത് നമ്മുടെ പാഠഭാഗത്ത് നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സൺ കിസ്ഡ് ബ്ലാക്ക് എന്നുള്ളത്. ഓക്കെ, സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്, ഡാബിൾഡ് ബ്രൗൺ ഫൗണ്ട്, then purple eggplant, orange peach, black stones, green stones. ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. ഇതിലെ സി ചോദ്യം നോക്കാം. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ളത് നിങ്ങൾക്ക് എഴുതാനാണ്. എക്സാമ്പിൾ: ഐ വാസ് വാക്കിംഗ് ബൈ എ സൺ. ഞാനൊരു സണ്ണിനെ പോലെ നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ കിസ്ഡ് ബിൽഡിംഗ് എന്നുള്ളതാണ്. അതുപോലെ ദ ഗ്രീൻ ഓഫ് ദെയർ യൂണിഫോം വാസ് ഡാസ്ലിംഗ് എന്ന് പറഞ്ഞതും. ഇനി ഇത്തരത്തിലുള്ള വേറെ ഏതാണ്? ഐ സോ എ സൺ. അതിന് നമുക്ക് കിസ്ഡ് ഹിൽ ഇൻ ദ മോർണിംഗ് എന്നായിട്ട് പറയാം. അതുപോലെ ദ ഡാബിൾഡ് ബ്രൗൺ ഡോഗ് വാസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. We picked a purple eggplant from the farm. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കാം. വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി അതിലെ ബി ചോദ്യം: റൈറ്റ് ദ സെൻറ്റൻസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. അപ്പം നിങ്ങൾക്ക് കുറേ കളേഴ്സ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താണ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സി നോക്കാം. Sit in groups and find pictures of different colors from magazines, newspapers or old calendars. Design a chart to showcase your colorful work. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് മാഗസിന്, ന്യൂസ് പേപ്പർ, കലണ്ടേഴ്സ് ഇതൊക്കെ എടുത്തിട്ട് ഒരുപാട് കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് കളക്ട് ചെയ്തിട്ടൊരു കളർഫുൾ വർക്ക് പോലെ എന്തെങ്കിലും ചെയ്യാം. ഒരു ചാർട്ട് വർക്കാണ്. ഈച്ച് ഗ്രൂപ്പ് can add a creative title to their chart and present it in the class. Explain why you picked each item. അപ്പോൾ എന്താണ് നിങ്ങൾ അതിന് ടൈറ്റിൽ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ അതിനൊരു പേരും കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ കളേഴ്സൊക്കെ അല്ലെങ്കിൽ ഈ പേരൊക്കെ പിക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം.
ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കൊറിയോഗ്രാഫ് ആണ്. ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയ. കൺസിഡർ ദീസ് പോയിന്റ്സ്. കീപ് ഇറ്റ് സിമ്പിൾ, മേക്ക് ഇറ്റ് ഫൺ, യൂസ് മാസ്ക് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവറി വൺ ക്യാൻ ഡു. അങ്ങനെ ഡിസൈൻ ആയിട്ടുള്ള നല്ല സ്റ്റെപ്പുകളും മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ഓരോ കൾച്ചറിൻ്റെയും മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. ഫണ്ണായിട്ടും സിമ്പിളായിട്ടൊക്കെ നിങ്ങളൊരു കൊറിയോഗ്രാഫ് ചെയ്യാനാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ക്രോ ബോയ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.